പ്രായപൂർത്തിയെത്താത്ത മക്കൾ 3 നേരങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ അവര് കിടക്കുന്ന കിടപ്പറയിലോട്ട് കയറി വരാൻ പാടുള്ളതല്ല. അല്ലാഹു പറയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 3 നേരങ്ങളിൽ മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന കിടപ്പറകളിലേക്ക് അവരുടെ മക്കൾ അനുവാദമില്ലാതെ കടന്നു വരുന്നതിന് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണേ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അല്ലാഹു പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എങ്ങനെയാ കേൾക്കുന്ന വാർത്തകൾ വെച്ച് അനുസരിക്കാതിരിക്കുന്നത്? എങ്ങനെയാ? 3 നേരങ്ങളിൽ മാതാപിതാക്കൾ കടന്നിറങ്ങുന്ന കടപ്പറയിലേക്ക് അവരുടെ മക്കൾ അനുവാദമില്ലാതെ കടന്നു വന്നുകൂടാ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പ്രത്യേക ശ്രദ്ധിച്ചോളി. വഴിതെറ്റുന്ന കൗമാരം ഞാൻ പറയാൻ പോവാ. എങ്ങനെ ഈ കുട്ടികൾക്ക് ഇതൊക്കെ പഠിച്ചത്? അള്ളാഹ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്, നിങ്ങൾക്ക് അത്ഭുതം തോന്നാ 3 സമയങ്ങളിൽ വാപ്പയും ഉമ്മയും കടന്നുറങ്ങുമ്പോ നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ 12, 11, 10, 6, 7 വയസ്സുള്ള കൊച്ചുമക്കളില്ലേ, ആ കൊച്ചുമക്കൾ 3 സമയങ്ങളിൽ അനുവാദമില്ലാതെ നിങ്ങളുടെ കടപ്പറയിലോട്ട് കടന്നു വരാൻ പാടില്ല. എപ്പോൾ? ഒന്നാമത്തെ സമയത്താ കേട്ടിട്ടില്ലേ? ഇത് ഖുർആനാണ്. സൂറത്തുൻ നൂർ. ഖുർആൻ സൂറത്തുൻ നൂർ. ഖുർആൻ പറയാത്ത എന്താ ഉള്ളത്? ഇൻഷാ അല്ലാഹ് നമ്മുടെ 3 ദിവസത്തെ വിഷയവും ഖുർആനാണ്. ഇന്ന് ഖുർആനിലെ കൗമാരം, ഖുർആനിലെ സ്ത്രീ, ഖുർആനിലെ രാത്രി, 3 നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 നേരങ്ങളിൽ പാടില്ല. ഒന്നാമത്തെ സമയം ഖുർആൻ പറയുകയാണ്, മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, സുബഹിന്റെ ബാങ്ക് കേൾക്കുന്ന സമയം, സുബഹിന്റെ ബാങ്ക് കേൾക്കുന്ന സമയം. മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, പള്ളിയിൽ നിന്ന് സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോ ആ സമയത്ത് വാപ്പയും ഉമ്മയും അവരുടെ ബെഡ്റൂമിൽ ഉറക്കമാണ്. അവർ രണ്ടുപേരും കിടന്നുറങ്ങുമ്പോ വല്ലാത്ത ഉറക്കത്തിൽ കിടക്കുമ്പോ അതാ പള്ളിയിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നു. മാതാപിതാക്കൾ അത് കേട്ടിട്ട് നമ്മൾ ചാടി എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ആ സമയത്ത് നിങ്ങളുടെ വസ്ത്രാഞ്ചലങ്ങൾ എവിടെയൊക്കെ മാറി നിൽക്കുന്നു എന്നറിയില്ല. നല്ല ഉറക്കത്തിലാണ്. ആ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോ എവിടെയൊക്കെയാണ് മാതാപിതാക്കളുടെ വസ്ത്രം മാറിയിരിക്കുന്നതെന്നറിയില്ല. ആ സമയത്ത് നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കള് അവിടെ ഉണ്ടാവാതിരിക്കട്ടെ, അവര് കാണേണ്ടതാത്തതൊന്നും കാണാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാ പറയുന്ന എല്ലാവരെയും സൃഷ്ടിച്ച മനസ്സുകളുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന അല്ലാഹ് പറയുകയാണ്, ബാങ്ക് വിളിക്കുന്ന സമയം നമ്മൾ നല്ല ഉറക്കമാണ്. ആ ഉറക്കത്തിന് നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സമയത്താണ് സുബഹി ബാങ്ക് വിളിക്കണം, ഇല്ലേ? ഉറക്കം വരുമ്പോ തന്നെ ഒരു 10-12 മണിയാകും. കാരണം ഭയങ്കര ബേജാറാണ്, വിഷമം കാരണം ഉറക്കം വരൂല. കിടന്നു പടച്ചോനെ അല്ലാഹു എന്ത് ചെയ്യും? നാളെ രാവിലെയാണ് നറുക്കെടുപ്പ്. കേരള സംസ്ഥാന ഭാഗ്യം 3 പോക്കറ്റ് ഇരിപ്പുണ്ട്. അടിക്കുവോ? അടിക്കാതിരിക്കുവോ? ആ ബേജാറിൽ കിടന്ന് 1-1.5 മണി ആ ഉറക്കം വരുമ്പോ ആ ഉറക്കത്തിന്റെ ഇടയിൽ നല്ല ഉറക്കത്തിലിരിക്കുന്ന സമയത്താണ് സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത്, അല്ലേ? ആ ബാങ്ക് വിളിച്ചിട്ട് നമ്മൾ ചാടി എഴുന്നേൽക്കുമ്പോ സ്വാഭാവികമായിട്ടും കിടന്നുറങ്ങുന്നവരുടെ വസ്ത്രങ്ങൾ മാറിയിരിക്കും. അള്ളാഹു പറഞ്ഞ ഒന്നാമത്തെ സമയത്താണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും, എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട അംഗങ്ങളാണെങ്കിലും ഇത് യാ അയ്യുഹല്ലദീന ഒരു ലോകർക്കുള്ള സന്ദേശമാണ്. എല്ലാവരുടെയും മക്കളെ വളർത്തുക, മുസ്ലിമിന്റെ മാത്രം മക്കളെ വളർത്തേണ്ട സന്ദേശമല്ല. ഖുർആൻ ലോകത്തിന് മുഴുവനും സർവ്വ മനുഷ്യരെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാമെന്ന ഖുർആനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായ അംഗങ്ങളാണെങ്കിൽ പള്ളിയിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് അമ്പലത്തിൽ സുപ്രഭാതം കേൾക്കൂലേ? അമ്പലമില്ല ഇവിടെ ഉണ്ട്. പള്ളിയിൽ ബാങ്ക് കേൾക്കണ അതേ സമയത്ത് നിങ്ങൾ സുപ്രഭാതം കേട്ടെഴുന്നേൽക്കുമ്പോ കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം ഉത്തിഷ്ഠോദിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു കമലാകുത തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലധനോ. രാവിലെ സുപ്രഭാതം കേട്ട് ഉറക്കമെഴുന്നേൽക്കുമ്പോ അതേ സമയത്ത് മുസ്ലിം സഹോദരങ്ങൾ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിന്റെ ബാങ്ക് കേട്ടിട്ടെഴുന്നേൽക്കുമ്പോ ആ സമയത്ത് എന്റെ സഹോദരങ്ങള് ആ സമയത്ത് നിങ്ങളുടെ വസ്ത്രാഞ്ചലങ്ങൾ മാറിക്കിടന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ പ്രായപൂർത്തി എത്താത്ത മക്കൾ ആ സമയത്ത് അരുതാത്തതെന്ന് കുഞ്ഞുമക്കള് കാണാതിരിക്കട്ടെ. രണ്ടാമത്തെ സമയം വഹീന തലഊന തിയാബകും മിനൽ ലഹീയ,
വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, നട്ടുച്ച നേരത്ത് വിശ്രമത്തിന് വേണ്ടി നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയം. പുത്രരെ സ്നേഹിക്കുന്നവർക്ക്, പുത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംസ്കൃത വാക്കാണ്, മലയാളമല്ല. പുത് എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് മാതാപിതാക്കളെ ത്രാണി ചെയ്യിക്കുന്നവനാണ് പുത്രൻ. പുത് എന്ന നരകം, അതിൽ നിന്ന് മാതാപിതാക്കളെ കൈപിടിച്ച് മോചിപ്പിക്കുന്ന ത്രാണി ചെയ്യുന്നവനാണ് പുത്രൻ എന്നാണ് ഭഗവത്ഗീത. നമ്മൾ പറയുന്ന നാളെ പരലോകത്ത് നമ്മുടെ മക്കളെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണം. പുത്രൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ നരകത്തിൽ നിന്ന് മാതാപിതാക്കളെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകൻ എന്നാണ് അസുരപുരാണ പ്രകാരം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ സുപ്രഭാതം കേൾക്കുമ്പോൾ ആയിക്കോട്ടെ, രണ്ട് ശാന്തിയുടെ മന്ത്രമാണല്ലോ അല്ലെ? അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ നിത്യോമാ അമൃതം ഗമയ ഓം ശാന്തി ഓം ശാന്തി. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ, തമസ് പോയി ജ്യോതിസ് വരട്ടെ, അന്ധകാരം പോയി വെളിച്ചം വരട്ടെ. തമസോമാ ജ്യോതിർഗമയ, അന്ധകാരം മാറി വെളിച്ചം വരട്ടെ. ഖുർആൻ പറയുന്നു യുഖ്രിജകും മിനൽ ളുലുമാതി ഇലന്നൂർ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് ഈ ഗ്രന്ഥം വെളിച്ചം വീശുക. എന്തോന്ന്? അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് ഈ വെളിച്ചം. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളോട്, സഹോദരങ്ങളെ ഞാൻ ചോദിക്കുകയാണ്, രണ്ടാമത്തെ നേരം വഹീന തലഊന സിയാബകും മിനൽ ലഹീറ, നട്ടുച്ച നേരത്ത് വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ വസ്ത്രങ്ങൾ ഊരി മാറ്റുന്ന സമയം. അതായത് ഇപ്പൊ തന്നെ ആ സമയം, നല്ല നട്ടുച്ച നേരം. നമ്മള് മഞ്ഞമലയെന്ന് നേരെ നടന്ന് ഇവിടെ എത്തി. എന്തുവാ, കണ്ടുകുളത്തെത്തി. കണ്ടുകുളല്ലേ? കണ്ടുകുഴി. ഓ, എന്തേലും ആട്ടെ, ഞാൻ പറയണില്ല. പിന്നെ പണ്ടൊരു സംസ്ഥാനത്തിൽ പോയി അച്ഛന്റെ പേര് പറഞ്ഞ് ഞാൻ പെട്ടുപോയി. ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിന് പോയതാ. സ്വാമിയുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു പറ്റി, പക്ഷെ അച്ഛന്റെ പേര് ഫാദർ ജോസഫ് മുണ്ടുനടയിൽ എന്നായിരുന്നു. ഫാദർ ജോസഫ് മുണ്ടുനടയിൽ. അത് സംഘാടകര് സ്വാഗതം വന്നപ്പോൾ മാറിപ്പോയി, ഫാദർ ജോസഫ് മുണ്ടിനടിയിലായി. മുണ്ടുനടയിൽ നിന്നാണ്, അത് വായിക്കാൻ വേണ്ടി ഇച്ചിരി പാടുപെട്ടു. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി കണ്ടു കുഴി എങ്കിൽ കുഴി കിടക്കട്ട്. അപ്പൊ ഈ കുഴി നോക്കാൻ നമുക്കൊന്ന് കേറണ്ടേ? നിങ്ങൾ നട്ടുച്ച നേരത്ത് മഞ്ഞമലയിൽ പോയിട്ട് നടന്ന് വീട്ടിൽ വന്നു. വല്ലാത്ത വേർപ്പിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന സമയമാണ്. ഭയങ്കര ചൂട്. നേരെ വീട്ടിൽ കയറുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ഷർട്ട് ഊരി ഹാങ്കർ ഇടും അല്ലേ? പാന്റാണ് ഇട്ടേക്കണേ, പാന്റ്. ഇപ്പോഴത്തെ പിള്ളേരെ പാന്റ് വിട്ട് നോക്കി എണ്ണ തേച്ചാൽ ഊരാൻ പറ്റൂ, അല്ലെ വല്ല ഗ്രീസ് വിട്ട് കൊടുക്കണം. അത്രയ്ക്ക് ടൈറ്റാണ്. ഇതെങ്ങനെ കയറ്റിയിടണമെന്നാ എനിക്കറിയാൻ പാടില്ലാത്ത. ഈ ഞണ്ട് ഇറുക്കി പിടിച്ച് കിടക്കണ മാതിരി തൊടയിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിന്റെ സഞ്ചി വെച്ച മാതിരി ഇതെങ്ങനെ ഇടുന്നത്? എനിക്ക് വേണമെങ്കിൽ പ്ലംബർമാർ ചെയ്യണമാതിരി PVC പൈപ്പ് ചൂടാക്കിയിട്ട് കയറ്റൂല, കയറിയില്ലെങ്കിൽ. അതുമാതിരി ഇതിട്ടാൻ നേരത്ത് വിളക്കിന്റെ അവിടെ കൊണ്ട് വെച്ച് ചൂടാക്കി വലിച്ചൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. അല്ലെ രണ്ടുപേര് താഴെ ഇങ്ങനെ രണ്ട് സൈഡും വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കണ പോലെ തെങ്ങിന്റെ മുകളിലും കയറിയിട്ട് ചാടി ഇറങ്ങണം, അല്ലാതെ ഇത് കയറി പോവില്ല. ഇപ്പൊ അതെല്ലാം മാറി പെണ്ണുങ്ങൾക്ക് കുറെ ചുരിദാറും ഇപ്പൊ അങ്ങനെ ഇറങ്ങി. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ചുരിദാർ ഇറങ്ങിയിട്ടില്ല, PVC പൈപ്പ് കാലിട്ട മാതിരി. എന്റെ പൊന്നു സൗകര്യമാരെ, തനിച്ച ഹറാമാണ്. ഇപ്പൊ ഇത്രയും നാളും പാട്യാലയായിരുന്നു. അത് താഴെ ഞണ്ട് പിടിച്ച് കിടക്കണ മാതിരി കിടക്കും, ഇപ്പുറം മുഴുവനും കാലിന്റെ ഭാഗമൊക്കെ മദ്ദളം കിടക്കണ മാതിരി കിടക്കും. അതൊരു ഇച്ചിരി പൊത്തുവരുത്തുണ്ടായിരുന്നു. ഇപ്പൊ അത് ഇറങ്ങിയിട്ട് അവസാനം PVC പൈപ്പ് കാലിട്ട മാതിരി ഒരുമാതിരി ഒരു സാധനം. തനിച്ച ഹറാമാണ്, തനിച്ച ഹറാം. വസ്ത്രം കാലും മറഞ്ഞു എന്ന് നോക്കണ്ട, ശരീരത്തിന്റെ അങ്കലാവിനും വെളിയിൽ കാണുന്ന മുഴുവൻ ഹറാമാണ്. ഇൻഷാ അല്ലാഹ് ഖുർആനിൽ സ്ത്രീ പറയുമ്പോ പറയാം. ആ സമയത്ത് നമ്മൾ വസ്ത്രം ഊരി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? ചൂട് കാരണത്താൽ ഇപ്പൊ ഒക്കെ വീട്ടിൽ കിടക്കാൻ പറ്റുമോ? ഒരു കൈരി എടുത്തു കൊടുക്കും. തമിഴന്റെ ആണ് 2.20 ഉണ്ട്, മലയാളിയുടെ കയ്യിലാണ് 2 മീറ്റർ കാണും. അതെടുത്ത് ഉടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കുടവയറും കൂടെ ഉണ്ടെങ്കിൽ ഒരിടത്തും എത്തൂല. ഒരിത്തിരി കുടവയറും ചില ആളുകളില്ല, അള്ളാഹു പറഞ്ഞ് ഇങ്ങനെ കൈയ്യട്ടണ. അപ്പൊ അങ്ങനെ വയ്ക്കുമ്പോൾ ഇതങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്തൂല. നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് നേരെ എന്ത് ചെയ്യും? സ്വാഭാവികമായി തണുപ്പ് കിട്ടാൻ വേണ്ടി ആ ടൈൽസിന്റെ മുകളിലോട്ട് വെറുതെ അങ്ങ് നീണ്ടു മലർന്നങ്ങ് കിടക്കും. ഫാൻ മുകളിൽ കറങ്ങുകയും ചെയ്യും. നമ്മളിങ്ങനെ മലർന്ന് അവിടെ കിടക്കും, വാപ്പയും ഉമ്മയും. ഈ സമയത്ത് മക്കളെങ്ങാനും വാതിൽ തുറന്ന് നേരെ വന്ന് കിടന്ന, പടച്ചവന് ഇതെന്തായി കാണണത്? അള്ളാഹുവേ ഇതെന്തായത്? വെഞ്ഞാറമൂട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടത്തിന് മയ്യത്തിട്ട മാതിരി.
ആദ്യം ആ കുട്ടി വരുമ്പോ കാണുന്ന എന്താണ്? ഈ ഒരവസ്ഥയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വഹീന തലഊന ഫിയാബകും മിനൽ ലഗീറ. നട്ടുച്ച നേരത്ത് നിങ്ങളുടെ വിശ്രമത്തിന് വേണ്ടി നിങ്ങൾ വസ്ത്രങ്ങൾ മാറ്റുന്ന നേരം ആ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ പരിസരത്ത് വരാതിരിക്കട്ടെ, ആ കുഞ്ഞുങ്ങൾ പരിസരത്ത് വരാതിരിക്കട്ടെ. മൂന്നാമത്തെ നേരം മിൻ ബഅദി സലാത്തിൽ ഇശാ, മിൻ ബഅദി സലാത്തിൽ ഇശാ. ഇശാ നമസ്കാരം കഴിഞ്ഞ് നവദമ്പതികളെ മുഴുവനും മൗനാനുരാഗത്തിന്റെ മേഖലകളിലോട്ട് നടന്നു പോകുന്ന സമയം, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ കടപ്പറ പങ്കിടുന്ന സമയം അള്ളാന്റെ ഖുർആൻ പറയുകയാ, ഈ 3 നേരങ്ങളും നിങ്ങളുടെ മക്കൾ അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ മാതാപിതാക്കളെ ഗൗരവമായി ചിന്തിക്കണേ. ഇത് കാണുന്നത് കൊണ്ട് മക്കൾ വഴിതെറ്റി പോകുമെന്നല്ല. ആ മക്കളെ നിങ്ങൾ വളർത്തുന്ന സാഹചര്യം നല്ല സാഹചര്യമായിരിക്കണം. നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഹറാമ് കാണിച്ച് മക്കളെ വളർത്തരുത്. ഇത്ര പോലും സൂക്ഷിക്കാൻ ഖുർആൻ നിങ്ങളോട് പറയുമ്പോ 10:30 മണിയായാലും ടി വി ഓഫാക്കാതെ MTV യും ഫാഷൻ ടിവിയും കാണിച്ച് ഇടത്തും വലത്തും മക്കളെ ഇരുത്തിയിട്ട് ഫാഷൻ ഷോ കാണിച്ചു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മാതാപിതാക്കളെ, സീരിയലിന്റെ കഥകൾ കാണിച്ചു കൊടുത്തിട്ട് എത്രയോ മക്കളാണ് ജനൽക്കമ്പിയിൽ ആത്മഹത്യ ചെയ്തത്. സീരിയലിന്റെ കഥ കാണിച്ചിട്ട് മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ രാവിലെ മുതൽ പാതിരാത്രി വരെ ലോകത്തുള്ള കയ്യിൽ പൊതിഞ്ഞ സൂക്കകെട്ടുകളിൽ വെച്ച് ഈ ലോകത്ത് നിന്ന് നാം യാത്രയാകുമ്പോ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മക്കളെ വളർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആ മക്കളെ വളർത്തുന്ന ദുനിയാവിൽ അവർ ഒരു തുള്ളി വെള്ളം വന്നില്ലെങ്കിലും വേണ്ടില്ല. നാളെ പള്ളിക്കാട്ടിൽ പോയി കിടക്കുമ്പോ എല്ലാവരും പള്ളിക്കാട്ടിൽ നിന്ന് മണ്ണിട്ട് മൂടി തിരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? എല്ലാവരും അവനെ ഖബറിലേഖനാക്കിയിട്ട് പോകുമ്പോ അവന്റെ ജീവിതത്തിൽ ആകെ ബാക്കി ഉണ്ടാകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ ചെയ്ത സാലിഹായ കർമ്മങ്ങൾ. മറ്റൊന്ന് വലതുനു സാലിഹുന്, അവന് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ ഒരു സന്താനമുണ്ടെങ്കിൽ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാളെ പള്ളിയുടെ 6 അടി മണ്ണിൽ കിടക്കുമ്പോ അല്ലാഹുവേ, ഈ കണ്ണിനുള്ളിൽ കിടക്കുന്ന എന്റെ ഉമ്മയാണ് ഉപ്പയാണെന്ന് പറഞ്ഞു ആ ഖബറിന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യുന്നൊരു മകൻ വേണമോ, ഒരു സന്താനം വേണമോ? അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെയാക്കി തെരുമാറാകട്ടെ. നാളെ പള്ളിക്കാട്ടിൽ ചെന്ന് കിടക്കുമ്പോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർത്ത് കരയുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നാളെ പരലോകത്ത് വിവശരും പരവശരുമായിട്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന നല്ല മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ ഈ വിഷയം ഇൻഷാ അല്ലാഹ് ഇതിന്റെ കുറച്ചു ഭാഗം കൂടിയുണ്ട്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. അങ്ങനെ നമ്മുടെ മക്കളെ നാഫിയ ഇൽമ നൽകി നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. നാളെ നമ്മുടെ വിഷയം ഖുർആനിലെ സ്ത്രീ എന്ന് പറയുന്ന വിഷയമാണ്. ഇതിന്റെ ഒരു ചെറിയ ദുഃഖകരമായൊരു ദുഃഖമല്ല, കുഴപ്പമൊന്നുമില്ല. നാളെ ഇൻഷാ അല്ലാഹ് അതിന് ഞാൻ ഉണ്ടാവില്ല. നാളെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു യാത്ര പോകണം, തിരിച്ച് കറക്റ്റ് എത്തുകയില്ല. ഞാനിതേപോലെ കുറേ ഡേറ്റ് കൊടുത്തിരിക്കുക, അതിൻ്റെ ഇടയിൽ എന്തൊരു അത്യാവശ്യം വന്നാൽ പോയേ പറ്റുള്ളൂ. അപ്പൊ നാളെ ഞാൻ ഇല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് 24-ാം തീയതിയെ നമ്മുടെ അവസാനിക്കും. ഞാൻ ഉണ്ടാവും 23-ാം തീയതി, നാളെയും നാളെ കഴിഞ്ഞുമായിട്ടാണ് തീരേണ്ടത്. നാളെ ഞാൻ ഇല്ലാത്തത് കൊണ്ട് നാളെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ ദിവസം